ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് പറയാം. സെഗ്മെൻറ്റേഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. സെഗ്മെൻറ്റേഷൻ ഇതൊരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. നമ്മൾ മെയിനായിട്ടും ഈ മൊഡ്യൂളിൽ പഠിക്കുന്ന രണ്ട് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്സുകളാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് പേജിങ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ മീൻസ് ഇറ്റ്സ് എ നോൺ കണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. കണ്ടീഗസ് മെമ്മറി അലോക്കേഷൻ ആൻഡ് നോൺ കണ്ടീഗസ് മെമ്മറി അലോക്കേഷൻ. നോൺ കണ്ടീഗസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്ത സ്പേസിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അടുത്തടുത്ത ലൊക്കേഷൻസിലായിരിക്കില്ല. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ ഓരോ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടിന്യൂസ് ലൊക്കേഷൻസിലായിരിക്കില്ല അറേഞ്ച് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ നോൺ കണ്ടീഗസ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഈ സെഗ്മെൻറ്റേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ കണ്ടീഗസ് മെമ്മറി അലോക്കേഷൻ മെത്തേഡ്സ്. ഇനി സെഗ്മെൻറ്റേഷൻ്റെ കേസിൽ ദ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. അതാണ് മെയിൻ കൺസെപ്റ്റ്. നമ്മുടെ പ്രോഗ്രാമാണ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം, ഇതാണ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് സെഗ്മെൻറ്റേഷൻ. ഇറ്റ്സ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്. അതായത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യും, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോജിക്കൽ യൂണിറ്റ് സജാസ് ഒരു മെയിൻ പ്രോഗ്രാം. ഇപ്പോൾ നമ്മളൊരു സി പ്രോഗ്രാം എഴുതുവാണ്, അതിനകത്ത് 1-2 ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെയിൻ പ്രോഗ്രാമിനെ നമ്മളൊരു സെഗ്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സബ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതായത് സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുമല്ലോ, അതിനെ നമ്മൾ സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അതാണ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. പക്ഷേ ഈ സെഗ്മെൻറ്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും. അത് നമുക്കൊരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഫിഗറിനകത്ത് ഇപ്പോൾ സബ് റൂട്ടീൻ എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്, ദെൻ മെയിൻ പ്രോഗ്രാമുണ്ട്, SQRT എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്. ഇതിന് ഓരോ പ്രോഗ്രാമിനും അസോസിയേറ്റ് ചെയ്തിട്ട് സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അതിനകത്ത് നമ്മളൊരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമിനകത്ത് സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് മാറ്റും, ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സെഗ്മെൻറ്റിൻ്റെ സൈസ് എന്തായിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു കറക്റ്റ് സൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറയുന്ന പോയിൻ്റ്, പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. ഈച്ച് സെഗ്മെൻറ്റ് ഹാസ് വേരിയിങ് സൈസ്. ദെൻ എങ്ങനെയാണ് ഈ സെഗ്മെൻറ്റ്സിൽ നിന്ന് ലോജിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സ് എന്താണ്? ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിനാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ലോജിക്കൽ അഡ്രസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു സെഗ്മെൻറ്റ് നമ്പറും ഉണ്ടായിരിക്കും, ഒരു ഓഫ്സെറ്റും ഉണ്ടായിരിക്കും. സെഗ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെഗ്മെൻറ്റിൽ, അതാണ് സെഗ്മെൻറ്റ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 10 ആണ് കൊടുത്തേക്കണമെങ്കിൽ 10ാമത്തെ സെഗ്മെൻറ്റിൽ. ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ എത്രാമത്തെയാണ് നമ്മുടെ ലൊക്കേഷൻ. അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാം റീഡ് ചെയ്യുമ്പോൾ 40ാമത്തെ ലൈനാണ് എനിക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ഈക്വൽ ടു 40, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെഗ്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ നമ്പറും, ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്രാമത്തെ ലൊക്കേഷനാണ്, നമുക്ക് എന്താണോ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സിനകത്ത് 2 പാർട്സ് ഉണ്ട്, ഒന്ന് സെഗ്മെൻറ്റ് നമ്പറും ഒന്ന് ഓഫ്സെറ്റും. പിന്നെ നമ്മളിതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു സെഗ്മെൻറ്റ് ടേബിളുണ്ട്. സെഗ്മെൻറ്റ് ടേബിളിനകത്ത് മെയിനായിട്ടും 2 എൻട്രീസാണുള്ളത്. സെഗ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനാണ് സെഗ്മെൻറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. 2 എൻട്രീസ് ഉണ്ട്, ബേസ് ആൻഡ് ലിമിറ്റ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഓഫ് ദി സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്പേസിനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ പറയുന്ന പേരാണ് ബേസ്. ദെൻ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ സെഗ്മെൻറ്റിൻ്റെ സൈസ് എത്രയാണ്. ഇപ്പോൾ ഒരു 50 ലൈനുള്ളെങ്കിൽ 50, അല്ലെങ്കിൽ 100 KB ആണെങ്കിൽ 100, അതാണ് സെഗ്മെൻറ്റിൻ്റെ സൈസ്.
ഈ സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. സെഗ്മെൻറ്റേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്താണേലും ഈ ഒരു ഫിഗർ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയർ ഇവിടെ നമുക്ക് പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യുക. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സിനെ മെയിൻ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യുക. ഒരു പ്രോഗ്രാം എങ്ങനെയാണ് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള ടെക്നിക്സുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് സെഗ്മെൻറ്റേഷൻ. ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ സെഗ്മെൻറ്റിനും അസോസിയേറ്റ് ചെയ്തിട്ടൊരു സെഗ്മെൻറ്റ് നമ്പർ ഉണ്ടാവും. ദെൻ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് നമ്പർ പ്ലസ് സെഗ്മെൻറ്റ് നമ്പറും ഓഫ്സെറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇനി എങ്ങനെയാണ് ഈ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പറയുന്നു CPU എന്നൊരു ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം CPU ജനറേറ്റ് ലോജിക്കൽ അഡ്രസ്സ്. ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഓരോ ലൈനിനും ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്ന CPU ആണ്. നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തു, ദെൻ CPU എന്ത് ചെയ്യും, അപ്പോൾ തന്നെ അതിനൊരു ലോജിക്കൽ അഡ്രസ്സ് സെറ്റ് ചെയ്യും. ഓരോ ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള ഇൻഫർമേഷൻസിനനുസരിച്ചിട്ടുള്ള ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്യും. ആ അഡ്രസ്സിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സെഗ്മെൻറ്റ് നമ്പറും ഒന്ന് ഓഫ്സെറ്റും. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ലോജിക്കൽ അഡ്രസ്സ് കണ്ടെയ്ൻസ് ടു ഇൻഫർമേഷൻ, സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് ഓഫ്സെറ്റ്. അപ്പോൾ S is the segment number and D is the offset. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് നമ്പർ വെച്ചിട്ട് നമ്മുടെ കയ്യിലൊരു സെഗ്മെൻറ്റ് ടേബിൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു സെഗ്മെൻറ്റ് ടേബിൾ. ആ സെഗ്മെൻറ്റ് ടേബിളിനകത്ത് രണ്ട് ഇൻഫർമേഷൻസ് ആണുള്ളത്, ലിമിറ്റും ബേസും. ബേസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഓഫ് ദി സെഗ്മെൻറ്റ്, എവിടെയാണോ ഈ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാക്സിമം ലെങ്ത് ഓഫ് ദി അല്ലെങ്കിൽ സൈസ് ഓഫ് ദി സെഗ്മെൻറ്റ്. നമ്മളിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെഗ്മെൻറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന സെഗ്മെൻറ്റ് നമ്പർ ഈ സെഗ്മെൻറ്റ് ടേബിളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടോ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് അഡ്രസ്സും എടുക്കും, ലിമിറ്റും എടുക്കും. എന്നിട്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ D ഈസ് ദ ഓഫ്സെറ്റ്. സോ D ലെസ് ദാൻ ലിമിറ്റ്. ഓഫ്സെറ്റിൻ്റെ വാല്യൂ ലിമിറ്റിനെക്കാളും കുറവാണെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്കൊരു ലിമിറ്റ് എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു സെഗ്മെൻറ്റിൻ്റെ സൈസ് 1000 ആണ്. എനിക്കതിൽ നിന്ന് 390 ആ ഒരു ലൊക്കേഷനാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഓഫ്സെറ്റ് ഈസ് ഈക്വൽ ടു 390. ടോട്ടൽ സൈസ് ഓഫ് ദി സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1000. സോ 390 ഈസ് ലെസ് ദാൻ 1000. അങ്ങനെയാണോ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഓഫ്സെറ്റ് എപ്പോഴും ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കണം, ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ എസ് ആണെങ്കിൽ അവിടെ കാണിച്ചിട്ടുണ്ട് ഒരു പ്ലസ് സിമ്പിൾ. പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എസ് ആണെങ്കിൽ ഈ ഓഫ്സെറ്റും ബേസും തമ്മിൽ ആഡ് ചെയ്യണം. ബേസ് അഡ്രസ്സിൻ്റെ കൂടെ, ഇപ്പോൾ ബേസ് അഡ്രസ്സ് ഒരു 4000 ആണ്, എൻ്റെ ഓഫ്സെറ്റ് 390 ആണെങ്കിൽ ബേസ് അഡ്രസ്സ് പ്ലസ് ഓഫ്സെറ്റ് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എന്താണോ അതാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെഗ്മെൻറ്റേഷൻ ഹാർഡ്വെയറിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സെഗ്മെൻറ്റ്സ് ഇരിപ്പുണ്ട്. സെഗ്മെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സെഗ്മെൻറ്റ് 0, 1, 2, 3 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെഗ്മെൻറ്റ് ടേബിൾ ഉണ്ട്. സോ സെഗ്മെൻറ്റ് ടേബിളിൽ രണ്ട് കാര്യങ്ങൾ, ലിമിറ്റും ബേസും. ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സൈസാണ്. ആ സെഗ്മെൻറ്റ് 0യുടെ മാക്സിമം സൈസ് 1000 ആണ്. സെഗ്മെൻറ്റ് 1ൻ്റെ മാക്സിമം സൈസ് 400. സോ ബേസും തന്നിട്ടുണ്ട്. ഇനി മെയിൻ മെമ്മറിയിലേക്ക് നോക്കിയേ. മെയിൻ മെമ്മറിയാണ് ലാസ്റ്റ് ഫിഗർ കാണിച്ചേക്കുന്നത്. ഫിസിക്കൽ മെമ്മറി ഓർ മെയിൻ മെമ്മറി. അവിടെ നമ്മൾ സെഗ്മെൻറ്റ് 0 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന 1400. സോ 1400 സെഗ്മെൻറ്റ് ബേസ് നോക്കിയാൽ മതി കേട്ടോ. സെഗ്മെൻറ്റ് 0 സ്റ്റാർട്ട് ചെയ്തു. ദെൻ എവിടം വരെ ഉണ്ട്, 1000 ആണ് അതിൻ്റെ സൈസ്. സോ 1400 സ്റ്റാർട്ട് ചെയ്തു, 1000 അതിനോട് കൂട്ടി. സോ 2400 എൻഡ് ചെയ്തു. അടുത്ത സെഗ്മെൻറ്റ് 2. സെഗ്മെൻറ്റ് 2 എവിടെ തുടങ്ങിയേക്കണം, 4300 തുടങ്ങണം. അപ്പോൾ 4300 എവിടെയാണെന്ന് നോക്കുക. 4300 തുടങ്ങണം. തുടങ്ങിയിട്ട് സെഗ്മെൻറ്റ് 2 ആണേ പറയുന്നത്. സെഗ്മെൻറ്റ് 2 4300 തുടങ്ങണം. ദെൻ 400 ആണ് അതിൻ്റെ സൈസ്. സോ മാക്സിമം സൈസ് ഓഫ് ദി സെഗ്മെൻറ്റ് 2 എന്ന് പറയുന്നത് 4300 + 400.
4700. ഈ രീതിക്കാണ് മെയിൻ മെമ്മറിയിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം കൂടെ ചോദിക്കാം, അപ്പോൾ അതുകൂടെ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണിത്. കൺസിഡർ ദ ഫോളോയിങ് സെഗ്മെൻറ്റ് ടേബിൾ. അപ്പോൾ അതിനകത്ത് 4 സെഗ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, 5 സെഗ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. 0 to 4 ബേസ് അഡ്രസ്സും ഉണ്ട്, ലെങ്ത്തും ഉണ്ട്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ, നമ്മൾ പറഞ്ഞേക്കുന്ന ലോജിക്കൽ അഡ്രസ്സിൻ്റെ. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് ഓഫ്സെറ്റ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, 4,350. സോ 4 ഈസ് ദ സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് 350 ഈസ് ദ ഓഫ്സെറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഈ ഫിഗറുമായിട്ട് നമ്മൾ ചെയ്യുക. ഈ ഫിഗർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സെഗ്മെൻറ്റ് നമ്പർ ഈസ് 4, ഓഫ്സെറ്റ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ, ഓഫ്സെറ്റ് ഈക്വൽ ടു 350. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലിമിറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത്ത്. സോ ലെങ്ത്തിനെക്കാളും ചെറുതായിരിക്കണം. 350 ലെസ് ദാൻ 1000 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ സെഗ്മെൻറ്റ് നമ്പർ നോക്കുക, ടേബിൾ നോക്കുക. 4 ആണ് നമ്മുടെ സെഗ്മെൻറ്റ് നമ്പർ. 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് അഡ്രസ്സ് നോക്കണം, ലെങ്ത്ത് നോക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ലെങ്ത്ത് 1000 ആണ് ലെങ്ത്ത്. സോ നമ്മൾ ചെക്ക് ചെയ്യുക 350 മീൻസ് ഓഫ്സെറ്റ് ഡി ഈസ് ലെസ് ദാൻ ലിമിറ്റ്, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ 350 ലെസ് ദാൻ 1000. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറയുന്ന ബേസ് അഡ്രസ്സ് പ്ലസ് ഓഫ്സെറ്റ്. ഇവിടെ ബേസ് അഡ്രസ്സ് എന്താ 1500 പ്ലസ് ഓഫ്സെറ്റ് എന്താ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 350. ഇതാണ് ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഞാൻ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4,350 എന്നാണ് കൊടുത്തേക്കുന്നത്. 4 സെഗ്മെൻറ്റ് നമ്പർ, 350 ഓഫ്സെറ്റ്. ദെൻ ചെക്ക് ചെയ്യുന്നു ഓഫ്സെറ്റ് ലെസ് ദാൻ ലിമിറ്റ് ഓർ ലെങ്ത്ത് 1000 ആണ്. ട്രൂ ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് ഈക്വൽ ടു ബേസ് അഡ്രസ്സ് പ്ലസ് ഓഫ്സെറ്റ്. ബേസ് അഡ്രസ്സ് എന്ന് പറയുന്ന 1500. ഇതും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സെഗ്മെൻറ്റ് നമ്പർ 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് അഡ്രസ്സ് നോക്കുക. ഓഫ്സെറ്റ് 350 ക്വസ്റ്റ്യനിലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഈക്വൽ ടു 1850. അതാണ് ആൻസർ. അപ്പോൾ ഇതാണ് സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.